ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെറുപയർ കറിയാണ് കേട്ടോ. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെ പോലെ തന്നെയാണ്. അതിൽ ഇച്ചിരി വ്യത്യാസം വരുത്തിയിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊന്നുമല്ല, അതിൽ ഞാൻ 2 തക്കാളി ചേർക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ അതിനായി ഞാൻ എടുത്തത് ഈ ഒരു കപ്പ് അളവിന്, അതായത് 120 ml കപ്പാണിത്. അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ ചെറുപയർ എടുത്തത്. നമ്മളിങ്ങനെ അളവ് കണക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഏകദേശം കണക്കാക്കി എടുത്താൽ മതി. പിന്നെ എടുത്തത് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇത് മുഴുവനായിട്ടൊന്നും ഇടില്ല ഞാൻ, ഇതിൽ നിന്നൊരു 5-6 അല്ലി വെളുത്തുള്ളിയെ ഞാൻ ഇടൂലൂ. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി, ഇതിൽ നിന്ന് ഒരു കഷ്ണം മാത്രം മതി, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ 2 തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഒരു സവാള ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ ലാസ്റ്റ് വറവിടാനായിട്ട് 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഈ ചെറുപയർ കറിക്ക് ഒരുപാട് സ്പൈസി ഒന്നും വേണ്ടല്ലോ. നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെയോ, അതായത് സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ ഇച്ചിരി എരിവൊക്കെ കൂട്ടും. അപ്പോൾ അതുപോലെ തന്നെ ചെറുപയർ വെക്കുന്ന സമയത്ത് ഒരുപാട് സ്പൈസി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പോലെ പറങ്കിപ്പൊടി എടുത്തത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ചെറുപയറൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ ഉള്ളിയെല്ലാം മുറിച്ചെടുത്തത്. നിങ്ങൾ മുറിച്ചിടുന്ന സമയത്തും ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തോളൂ കേട്ടോ. കാരണം ഇതൊക്കെ നല്ലോണം വേവുന്ന സാധനമല്ലേ. അത് മാത്രമല്ല, ഇടയ്ക്ക് ഈ ഉള്ളി കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് കൂടിയാണ്. അതുപോലെ തന്നെ തക്കാളി ഞാൻ അതേ വണ്ണത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തത്. ഇഞ്ചിയും പച്ചമുളകെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുപയർ കറിയാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചെറുപയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. അത് ഈ ചെറുപയർ ആയതുകൊണ്ട് തന്നെ ചെറിയ ആൾക്കാർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് നല്ലതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അതിൽ നമുക്ക് ഒരു തുണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി. ഇതിന് അധികം എരിവാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്കതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറുപയർ അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 2 ചെറിയ ഉള്ളി ഉണ്ട്. അതും ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടാകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒന്നത് ചതക്കിയിടാം. ചെറുപയറെല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, അതിലത്തെ തക്കാളിയും പിന്നെ ഉള്ളിയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്കതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ അരക്കുന്ന സമയത്തുണ്ടല്ലോ, തേങ്ങ നന്നായിട്ട് പിന്നെ ഇങ്ങനെ മഷി പോലെ അരച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ നിന്നോട്ട്, അതാണ് ആ ചെറുപയർ കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയാക്കണ്ട കേട്ടോ, ഒരുപാട് വെള്ളം ആക്കും വേണ്ട. അപ്പോൾ അതിൻ്റെ അടിയിലെ ഏകദേശം ഒരു പരുവത്തിന് മതിയാകും. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. സ്റ്റവ് ഓണാക്കി കൊടുക്കട്ടെ. ഇതിൽ വേണമെങ്കിൽ 2 തണ്ട് കറിയാമ്പില ഒരു 3-4 അതൾ കരിയാമ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, തേങ്ങയുടെ അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത്രയും മതി. ഇനിയിപ്പം ചൂടിൻ്റെ ആ ഒരു കുക്കറിൻ്റെ ചൂട് കൊണ്ട് ഇതെല്ലാം നന്നായി ഒന്നും കൂടെ നമ്മൾക്ക് കുറച്ച് കുറുകി കിട്ടും.
ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ, തക്കാളി, ഉള്ളി എല്ലാം എപ്പോഴും എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പം ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയില്ലെങ്കിൽ ഈ കറി ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.